കുറച്ച് ദിവസമായില്ലേ ഈ ഭാഗത്തുനിന്ന് ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ട് കുറച്ച് തിരക്കിലായി പോയിരുന്നേ. ഇന്ന് നമുക്ക് പതിയെ പതിയെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ. അപ്പോൾ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടേ അതിനകത്തോട്ട് ഒരു ഇച്ചിരി സവാള അല്ല, ഒരു സവാള അങ്ങോട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തക്കാളിയും ഇതുപോലെ നീളത്തിലരിഞ്ഞ് 3 പച്ചമുളകും ഇങ്ങനെ നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പാകത്തിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങയുടെ 3ാമത്തെ പാലില്ലേ, 1-2 പാലെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, അതൊരിത്തിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, ഇളക്കി യോജിപ്പിക്കുക. ആ പൊടികളൊക്കെ അതിലൊന്ന് മിക്സ് ആയിക്കോട്ടെ. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ചതാ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2ാം പാൽ, തേങ്ങയുടെ 2ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2ാം പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇതുപോലെ തിളച്ച് ഒന്ന് നല്ലതുപോലെ കുറുകി വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുത്തു. 1ാം പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ വെണ്ടയ്ക്ക അങ്ങോട്ട് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വെണ്ടയ്ക്കയിലേക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. മൂടി വെച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് വെന്ത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതെടുത്ത് കറിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. വെണ്ടയ്ക്കയിലും ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചുവന്ന ഉള്ളിയില്ലേ അതൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതൊന്ന് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞപ്പോൾ നേരെ കറിയിലേക്ക് കോരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നോക്കി ആ തേങ്ങാപ്പാലിലെ വെളിച്ചെണ്ണയൊക്കെ പൊന്തി കറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ആ വെണ്ടയ്ക്കയിലേക്ക് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ചെയ്യല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ.